നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മൾ റിലേഷൻഷിപ്പ് റീഡിംഗ് ഇന്ന് എടുക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ പുറമേ കാണിക്കുന്ന എന്താണ് ആൻഡ് അവരുടെ മനസ്സിൽ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് അവരുടെ പുറത്ത് നിങ്ങളോട് കാണിക്കുന്ന ഏത് തരത്തിലാണെന്നും ഓക്കെ അവരുടെ ഉള്ളിൽ ഇന്റേണലി മനസ്സിൽ എന്താണ് അവർ വെക്കുന്നത് എന്നും നമുക്ക് നോക്കാം. രണ്ട് തമ്മിൽ എന്താ ഒരു ഐഡിയ. ഓക്കെ, ലെറ്റ്സ് സി. കൂടുതൽ നീട്ടുന്നില്ല. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ആദ്യം പുറമേ കാണിക്കുന്നത് എന്താണെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, അവർ പുറത്ത് കാണിക്കുന്നത് നിങ്ങളോട് എന്താണ്? എംപറർ, 5 cups, 3 of swords, justice, and ace of swords, and the wheel of fortune. പുറമേ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നത് ആക്ച്വലി ഒരു ഈഗോ ആയിട്ടാണ് കാണിക്കുന്നത്. വളരെ കൺട്രോളിങ് ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. ഞാൻ പറയുന്നത് ആണ് കറക്റ്റ്, ഓക്കെ, അതുപോലെ തന്നെ എല്ലാം നടക്കണം എന്ന രീതിയിൽ. ഇപ്പോൾ ലേഡീസ് ആയാലും ശരി കേട്ടോ, എംപറർ എന്ന് പറയുമ്പോൾ ജെൻസ് മാത്രമല്ല. അഗൈൻ എപ്പോഴും ഞാനിത് പറയുന്നുണ്ട് റീഡിങ്ങിൽ ഓർത്ത് വയ്ക്കാം. സോ നിങ്ങളുടെ മുമ്പിൽ വളരെയധികം ഈഗോ കാണിക്കുന്നുണ്ട് അവർ. ഓക്കെ, അതായത് ഒരു സോഫ്റ്റായിട്ടേ അല്ല നിങ്ങളോട് പെരുമാറാം. ഇവിടെ 5 of cups and 3 of swords കാണുന്നുണ്ട്. നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടാവും പലപ്പോഴും. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വിട്ടുമാറി നിൽക്കുന്നുണ്ടാവാം. ഇപ്പോൾ നിങ്ങളുടെ കൂടെ കുറച്ച് പേർക്ക് ഇവിടെ ഒരു സെപ്പറേഷൻ കാണുന്നുണ്ട്. എനിക്ക് നിങ്ങളെ ഒരു വേദനിപ്പിച്ച് പോയതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. എനിക്ക് ക്ലാരിഫൈ ചെയ്യണം. What are they showing? പുറമേ എന്താ കാണിക്കുന്നത്? ഓക്കെ, അവരൊരു തീരുമാനം എടുക്കുന്നില്ല. ഓക്കെ, അതാണ് അവർ അവർ മറച്ചു വെക്കുന്നുണ്ട്. പലതും നിങ്ങളുടെ അടുത്ത് മറച്ചു വെക്കുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ, അവർ വളരെ സീക്രട്ടീവ് ആയിട്ടാണ് അവരെ ബിഹേവിയർ കാണിക്കുന്നത്. അതായത് പലതും നിങ്ങളോട് തുറന്നു പറയുന്നില്ല. ഓക്കെ, നിങ്ങളോട് ന്യായം ചെയ്യുന്നില്ല എന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. എൻ്റെ ഇവിടെ അവർ കൺഫ്യൂസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് അവർ കൺഫ്യൂസ്ഡ് ആണ്. ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്ന രീതിക്കാണ് അവർ കാണിക്കുന്നത്. ആക്ഷൻ എടുക്കുന്നില്ല പേഴ്സൺ. ഓക്കെ, ആൻഡ് ഇവിടെ കമ്മിറ്റ്മെന്റ് തരണം എന്നവരെ മനസ്സിലുണ്ട്, പക്ഷെ പറയും അതിനെക്കുറിച്ച്. ബട്ട് എന്നാലും ഹോൾഡ് ബാക്കും ഉണ്ട്. എന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നില്ല അതിൽ ഈ പേഴ്സൺ ശരിക്കും കമ്മിറ്റഡ് ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എല്ലാം ഇങ്ങനെ ഒരു അടക്കി വെച്ചിരിക്കുന്ന പോലെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ചിലപ്പോൾ അവർക്ക് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാവാം. ഓക്കെ, അതിനെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം മേ ബി. അല്ലെങ്കിൽ അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നവർ പറയുന്നുണ്ട്. ഓക്കെ, ദറ്റ് അവർക്ക് ആഗ്രഹമുണ്ട് നിങ്ങളോട് ന്യായം ചെയ്യണമെന്ന്, പക്ഷെ എടുക്കാൻ പറ്റുന്നില്ല. അവർക്ക് തീരുമാനങ്ങൾ ഡിസിഷൻസ് പറ്റുന്നില്ല എന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അവർക്ക് മേ ബി ആ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പലതും നഷ്ടപ്പെടും എന്നുള്ളത് ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞു കാണാം. 5 കപ്സും 4 പെഡക്കൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെന്തോ നഷ്ടപ്പെടാതെ പിടിച്ചു വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി അവരുടെ ലൈഫ്. ഓക്കെ, അവർ നിങ്ങളോട് പറയുന്നുണ്ടാവും that നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, ഞാനൊരു ഇങ്ങനെ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ, നിങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് പലതും നഷ്ടപ്പെടും എന്നൊക്കെ ചിലപ്പോൾ നിങ്ങളോട് പറയുന്നുണ്ടാവാം. ഓക്കെ, ന്യായമായത് ചെയ്യാനില്ല നിങ്ങളുടെ അടുത്ത്. എനിക്കതാണ് മനസ്സിലാവുന്നത് ഇപ്പോൾ ഇവിടെ. ഓക്കെ, അവരൊരു ഡിസിഷൻ എടുക്കുന്നില്ല, ഒരു തീരുമാനം എടുക്കുന്നില്ല. ഓക്കെ, നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നത് വളരെ ഈഗോ ആയിട്ട് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ, ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ജസ്റ്റിസ് ചോദിച്ചാൽ തന്നെ, അതായത് എന്നോട് ന്യായം ചെയ്യണം എന്ന് നിങ്ങൾ പറഞ്ഞാൽ തന്നെ, ഓക്കെ, അവരൊരു തീരുമാനം എടുക്കുന്നില്ല, അവർ ഡിസ്റ്റൻസ് എടുക്കുന്നില്ല എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. എല്ലാം ഇങ്ങനെ ഒരു ഹോൾഡ് ബാക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പം എനിക്കിവിടെ കിട്ടുന്നത്. അവർ ഫീലിങ്സ് ആയാലും ശരി, അവരൊരു കമ്മിറ്റ്മെന്റ് കാര്യമായാലും ശരി, എഫേർട്ട് ഇടുന്ന കാര്യമായാലും ശരി, എല്ലാത്തിലും അവരൊരു പുറകോട്ട് നിൽക്കുന്ന പോലെയാണ്. ഓക്കെ, നമ്മൾ അവർ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കൂടി നോക്കാം. ഞാൻ ഈ എടുക്കുന്നിടത്തേക്കാം. മനസ്സിൻ്റെ ഉള്ളിൽ അവരെന്താ ചിന്തിക്കുന്നത്? അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം, ഫർഗിവ്നെസ്, സോൾ കോൺട്രാക്ട്, ഡീ ഡ്രീമിങ്. ഓക്കെ, മിസ്ഡ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ
ആക്ച്വലി ഞാൻ ഇത് പറഞ്ഞില്ല, ഇവിടെ ഫൈനാൻഷ്യലി ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ തീരുമാനമെടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. സോ വാല്യൂസ്, വി ഹാവ് ടു മെനി ഡിഫറൻസസ്, സീക്രട്സ്. അവർ പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് മറക്കുന്നുണ്ട്. ഓക്കെ, ഐ ഹാവൻ ടോൾഡ് യു എവറിത്തിങ്. ഞാൻ നേരത്തെ ഇവിടെ ഹെർമിറ്റ് ആൻഡ് ഹൈ പ്രീസ്റ്റസ് ഉണ്ടായിരുന്നു, അതും പറയുന്നത് അവർ ചില കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറയുന്നില്ല എന്നാണ്. സീക്രട്ടീവ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അവർ, സീക്രട്സ് മനസ്സിൽ വെക്കുന്നുണ്ട്. അതിലൊന്ന് അവർക്ക് അറിയാം ദറ്റ് അവർ തെറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർക്ക് അറിയാം. ഓക്കെ, നിങ്ങളോട് ന്യായമല്ല ചെയ്യുന്നത് എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഒന്ന് അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം ഉണ്ട്, തിങ്സ് ഡിഡ്ന്റ് ഗോ ദ വേ ഐ പ്ലാൻ. അവർ ചില കാര്യങ്ങൾ ആക്ച്വലി ഐ തിങ്ക് പ്ലാൻ ചെയ്തിരുന്നു, കാരണം ഇവിടെ ഏസ് ഓഫ് സോർട്സും ഏസ് ഓഫ് പെന്റക്കിൾസും ഉണ്ട്. സോ ശരിക്കും പറഞ്ഞാൽ അവർ മനസ്സിൽ അവർ ഒരു തീരുമാനം എടുത്ത് ഒരു ഡിസിഷൻ എടുക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബട്ട് അത് അവർ വിചാരിച്ച പോലെ നടക്കുന്നില്ല. മേ ബി അവർ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഫാമിലിയോ ആരെങ്കിലും എതിർക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളായിരിക്കാം. മേ ബി ഫാമിലിയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യേണ്ട, നിങ്ങളെക്കുറിച്ച് പറയണം, അപ്പോൾ ഒരു മാരേജിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ അവർ ശ്രമിച്ചു കാണാം. ഓക്കെ, നിങ്ങളോട് കമ്മിറ്റഡ് ആവാൻ അവർ ശ്രമിച്ചു കാണും, ബട്ട് അത് വിചാരിച്ച പോലെ നടക്കുന്നില്ല അവർക്ക്. ഓക്കെ, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ. സോ അവർ മാപ്പ് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തുനിന്ന്, നിങ്ങളോട് മാപ്പ് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഐ ആം സ്ട്രഗ്ലിംഗ് ടു ഗെറ്റ് ഓവർ ദ പാസ്റ്റ്. ഓക്കെ, മേ ബി അവരുടെ ലൈഫിൽ തന്നെ ചിലപ്പോൾ പാസ്റ്റിൽ നടന്ന ചില കാര്യങ്ങൾ, അതിനെക്കുറിച്ചായിരിക്കാം, അതിൽ നിന്ന് അവർക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല എന്നായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചത്, പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അവർക്ക് പുറത്തു വരാൻ സാധിക്കുന്നില്ല. ഓക്കെ, അവർക്ക് ന്യായം ചെയ്യാൻ പറ്റിയിട്ടില്ല നിങ്ങളോട്. ഓക്കെ, അതിൻ്റെ ഒരു റിഗ്രറ്റ് ഉണ്ട് അവരുടെ മനസ്സിൽ എന്നാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ തമ്മിലുള്ളത് സോൾ കോൺട്രാക്ട് ആണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ദ ലെസൺസ് ഐ ലേൺഡ് ഫ്രം അസ് വിൽ നെവർ ബി ഫോർഗോട്ടൺ. നിങ്ങൾ അവരെ ശരിക്കും അവരുടെ ലൈഫിൽ വന്നത്, ഓക്കെ, അവർ പല കാര്യങ്ങളും അവർ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതായത് അവർക്കൊരു ഗ്രോത്ത് വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ന്യായം ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിൽ നമ്മൾ ഒരു ബന്ധത്തിനെ നമ്മൾ അതിനു വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യില്ല. ആ ഫൈറ്റ് ചെയ്യുന്ന സമയത്താണ് ശരിക്കും ഒരു സീരിയസ് ആയിട്ടൊരു കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങാം. സോ നിങ്ങൾ അവർക്ക് പലതും പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അവർക്ക് ധൈര്യം കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അവർ ബെറ്റർ ആവണം, ആസ് എ ബെറ്റർ പേഴ്സൺ അവരാവണം എന്നുള്ള ഒരു ചിന്ത അവരുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ കാരണമാണ്. ഓക്കെ, അങ്ങനെ അതൊരു സോൾ കോൺട്രാക്റ്റ് ആണ് നിങ്ങൾ തമ്മിലുള്ളത്. ഡേ ഡ്രീമിംഗ് ഉണ്ട്, നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് അവർ. ഓക്കെ, അവർ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. ഐ എം ഓൾവേസ് ലോങ്ങിങ് ഫോർ യു എന്നാണ് പറയുന്നത്. സോ നിങ്ങളെക്കുറിച്ച് അവർ എപ്പോഴും ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് മിസ്ഡ് ഓപ്പർച്യൂണിറ്റി, ഐ ഡിഡ്ന്റ് ആക്ട് വെൻ ഐ ഷുഡ് ഹാവ്. യെസ്, അവർ ആ സമയത്തിന് അവർ ആക്ട് ചെയ്തിട്ടില്ല. അതായത് വേണ്ട സമയത്ത് അവരൊരു തീരുമാനം എടുത്തില്ല, വേണ്ട സമയത്ത് അവരൊരു ആക്ഷൻ എടുത്തില്ല എന്നുള്ളത്, അതിൻ്റെ റിഗ്രറ്റ് അവരുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളെ പാസ്റ്റിൽ വേദനിപ്പിച്ചു എന്ന് പറയുന്നത്. അവരുടെ ഉള്ളിൽ ആക്ച്വലി ആ ഒരു സോൾ കോൺട്രാക്റ്റ് ആണ് നിങ്ങൾ തമ്മിൽ എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ തമ്മിൽ ആ ഒരു അത്രയും ഡീപ്പ് സോൾ ബോണ്ടാണ് എന്നുള്ളത് അവർക്കറിയാം. കുറച്ച് കാർഡ്സ് കൂടെ എടുത്തേക്കാം. എന്താണ് ഒരു ഫീലിങ്സ് നിങ്ങൾ മനസ്സിൽ? ഗോസിപ്പ്, ഓക്കെ, സോൾ ടൈ, വീണ്ടും സോൾ കോൺടാക്ട്, സോൾ ടൈ, ഡിറ്റാച്ച്മെന്റ്, റീയൂണിയൻ. ഓ മൈ ഗോഡ്, ഓക്കെ. ഐ ഫീൽ ടു ഗിവ് യു വാട്ട് യു നീഡ്. അവർക്ക് നന്നായിട്ട് അറിയാം അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്, അവർ ന്യായം ചെയ്തില്ല എന്നുള്ളതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് വേണ്ട സമയത്ത് നിങ്ങളുടെ കൂടെ അവരുണ്ടായിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് പ്രയോറിറ്റി തന്നിട്ടില്ല അവർ. യെസ്, അവർ റണ്ണറായിരുന്നു. റണ്ണർ എന്ന് പറഞ്ഞാൽ അവർ ഈ റിലേഷൻഷിപ്പിൽ അവർ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാതെ അവർ മാറിക്കൊണ്ടിരുന്നു. ഓക്കെ, നിങ്ങളായിരിക്കും എപ്പോഴും ചേസ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടാവുക. സോ അവർക്ക് നന്നായിട്ട് അറിയാം. ആൻഡ് അവർ നിങ്ങളെ വേണ്ട സമയത്ത് അവർ നിങ്ങളെ നെഗ്ലക്ട് ചെയ്തു. അതായത് നിങ്ങൾക്കൊരു ആവശ്യമുള്ളപ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ കെയർ തരേണ്ട സമയത്ത് അവർ തന്നിട്ടില്ല. അതവർക്ക് നന്നായിട്ട് അറിയാം. ആൻഡ് നിങ്ങളുടെ ഇടയിൽ ഐ തിങ്ക് ഐ എം അഫ്രൈഡ് ഓഫ് വാട്ട് അതർ പീപ്പിൾ വിൽ തിങ്ക്. യെസ്, ഈഗോ എന്ന് പറയുന്നുണ്ട്, ടെമ്പറർ എന്ന് കാണുന്നുണ്ട്. സോ എംപറർ പറയുമ്പോൾ ഒരു സൊസൈറ്റിയുടെ മുമ്പിൽ ഞാൻ വളരെ മാന്യനായിട്ടിരിക്കണം, ഞാൻ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് പേടിയാണ്, ഗോസിപ്സിന് പേടിയാണ്. അതായത് ആരെങ്കിലും എന്തെങ്കിലും പറയും, അവർ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞു പോയാലോ, മേ ബി അവർക്ക് വേറെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവാം, അങ്ങനെയായിരിക്കും. അല്ലെങ്കിൽ ഫാമിലിയെ എതിർത്ത് നിങ്ങളെ സ്വീകരിക്കേണ്ടി വരുമായിരിക്കാം. സോ ആ കാര്യങ്ങൾക്ക് അവർക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ട്. ഓക്കെ, ബട്ട് ഇവിടെ സോൾ ടൈ അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു എന്നാ പറയുന്നത്. അഗെയിൻ ഇവിടെയും സോൾ കോൺട്രാക്ട്. നിങ്ങൾ തമ്മിൽ തീർച്ചയായിട്ടും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്, നിങ്ങൾ തമ്മിലൊരു സോൾ കണക്ഷൻ ആണുള്ളത്. ഞാനിവിടെ ഡിറ്റാച്ച്മെന്റ് കാണുന്നുണ്ട്. ഐ ഹാഡ് ടു ലെറ്റ് ദിസ് ഗോ സോ ഐ കുഡ് ക്ലിയർ മൈ മൈൻഡ്. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളെ ചിലപ്പോൾ സെപ്പറേഷൻ ആയിരിക്കാം എന്ന്. ഇപ്പോൾ അവർ നിങ്ങളെ വിട്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവർ മനസ്സൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തൽക്കാലം മാറി നിൽക്കുന്നത്. അതായത് അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇപ്പോൾ അവർ, കാരണം നിങ്ങളോട് ന്യായം ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഇപ്പോൾ അവർ ഏറ്റവും വലിയ, കാരണം അതിനുള്ള ധൈര്യം, ഇപ്പോൾ നമ്മൾ സൊസൈറ്റി എന്ത് പറയും, മറ്റുള്ളവർ എന്ത് പറയും, അങ്ങനെ അതൊക്കെ ചിന്തി. പക്ഷേ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ആണെങ്കിൽ അവർക്ക് വിട്ട് കളയാനും പറ്റില്ല. സോ തീർച്ചയായിട്ടും ഇവിടെ ഒരു റീയൂണിയൻ കാണുന്നുണ്ട്. ഓക്കെ, അവർക്ക് വേണം എന്ന് ആഗ്രഹമുണ്ട്. ഇതാണ് മനസ്സിൽ ആഗ്രഹം, അവർക്ക് റീയൂണിയൻ ആണ്. വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ.
അവർക്കറിയാം നിങ്ങളെ വിട്ടുപോകാൻ അവർക്ക് സാധിക്കില്ല എന്ന്. എത്ര മാറി നിന്നാലും ശരി, എന്ത് ചെയ്താലും ശരി. ഓക്കെ, ബട്ട് ഇത് സിറ്റുവേഷൻ ഇപ്പം നിങ്ങളുടെ ലൈഫിൽ എന്താണ് എന്നുള്ളത് നിങ്ങൾ നോക്കണം. ഓക്കെ, ആക്ഷനായിട്ട് ഇപ്പോൾ കാണുന്നില്ല അവരുടെ ഭാഗത്തുനിന്ന്. ആക്ഷൻ എടുക്കണമെന്ന് ഉള്ള ആക്ഷൻ എടുക്കേണ്ട സമയത്ത് അവരെടുത്തിട്ടുമില്ല. ഓക്കെ, നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട സമയത്ത് അവർ നിന്നിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളെ ചൂസ് ചെയ്തിട്ടില്ല. ആ ഒരു ന്യായം അവർ ചെയ്തിട്ടില്ല. അത് അവർക്ക് നന്നായിട്ട് അറിയാം. അതിൻ്റെ റിഗ്രറ്റ് ഉണ്ട്, വിഷമമുണ്ട്. നിങ്ങൾ തമ്മിലൊരു റിയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിൽ തീർച്ചയായിട്ടും ഒരു ആഗ്രഹമുണ്ട്. ഓക്കെ, സോ എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.